പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യെശയ്യാവ് 49:14-15 വാക്യങ്ങൾ. സിയോന്, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ ജനം, കർത്താവിൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നാം പലപ്പോഴും കഷ്ടങ്ങളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി, കണ്ണുനീർ താഴ്വരയിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാത്തവരും ചിന്തിക്കാത്തവരും ചുരുക്കമാണ്. എന്നാൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ആ പെറ്റമ്മ മറന്നാലും നമ്മുടെ കർത്താവ് മറക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ ഉള്ളംകരത്തിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവ് അനുവദിക്കാതെ ഒരു ശത്രുവിനും നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവം നമുക്ക് തീമതിലായി കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അല്പസമയത്തേക്ക് പ്രയാസങ്ങളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്നിരിക്കുക. ആ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. ദീർഘകരുണയോടെ കർത്താവ് നമ്മെ ചേർക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക, കർത്താവിനെ മുറുകെ പിടിക്കുക. കർത്താവ് നമ്മളെ സകല പ്രയാസങ്ങളിൽ നിന്നും കഷ്ടങ്ങളും വിടുവിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വീകരിക്കാൻ ദൈവം കൃപ ചെയ്യും. ഈ ചെറിയ സന്ദേശത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു.